ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു പാർട്ട് 1 വീഡിയോ ഇട്ട് പോയതാണ്. ക്യാമ്പിംഗ് വിത്ത് ഫ്രണ്ട്സ് എന്നതിൻ്റെ അതിൻ്റെ പാർട്ട് 1 ഇട്ടിട്ട് പോയതാണ്. 2 ഇതുവരെ ഇട്ടിട്ടില്ല. ഒന്നുമില്ല, ഞാൻ ജോബിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പോയി വരുമ്പോഴേക്കും പിള്ളേരുടെ കൂടെ തന്നെയല്ല അവിടെയും പിന്നെ ഉണ്ടാപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോയി വരുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും തീരെ വയ്യാണ്ടാവും. പിന്നെ ഇപ്പോൾ കുറച്ച് മടിയും പിടിച്ച് വന്ന് പിന്നെയും ഫോൺ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു മടി പിടിച്ചു. അപ്പം എന്തായാലും ഇന്നെങ്കിലും അത് പാർട്ട് 2 എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നോക്കുമ്പോഴാണ് അതിന് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇതാ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്തു എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോ മാത്രമേ എടുക്കണം. പിന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. അതും പിന്നെ നമ്മൾ കുറച്ച് നേരം എന്നെ വർത്താനം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അവൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരിക്കും. അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് മതിയല്ലോ. പിന്നെ ഈ ബർത്ത്ഡേക്ക് അങ്ങനെ സർപ്രൈസ് ഒന്നുമില്ല. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ നല്ല സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ബർത്ത്ഡേക്ക് അങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാമല്ലോ. അതെ അടുത്തോട്ട് എണ്ണിയിരുന്നു ഞാൻ മന്മസാഫല്യമേ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ സാഫല്യമേ കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെ കിളി പൈങ്കിളി മലത്തെ കിളി. ഹാപ്പി ബർത്ത്ഡേ ഫ്രം ഹാപ്പി ബർത്ത്ഡേ. നമ്മളെ 3 സ്റ്റാർ ടീമിന്റെ ഇതിപ്പം മിക്സ് ആവുന്നു കേട്ടാ. എന്താ ഇതിൽ നിന്ന് മിസ്സായിട്ട് ആരംഭിക്കാന്ന് പോണില്ല. ക്യാമറമാൻ കൊടുക്കും. എടുത്തോ ഹാഫ് kg അങ്ങനെ 35-ാം വയസ്സും കൂടി ആഘോഷിക്കുന്ന. അങ്ങനെ ബർത്ത്ഡേൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ കൺമണി ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ടെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റപ്പാക്കി കൺമണീനെ ഉറക്കാൻ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ നമ്മളവിടെ കൂട്ടിയിരുന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു. അവിടെ മലയുടെ മുകളിൽ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ കൺമണീനെ ഉറക്കി അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ തീയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സൈഡിലിരുന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു. അപ്പോൾ ഇവിടെ അത് വെക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മളത് വെക്കാത്ത. സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയായിരുന്നു. അപ്പോൾ കാവ്യ കൺമണിയുടെ കൂടെ ആയിരുന്നു ഓർക്കാൻ വേണ്ടിയിട്ട്. അബിയേട്ടനും ബാക്കി ഷിബിയേട്ടനും നിമ്മിയും ചിന്നും ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ ഇരിക്കുക. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ കെട്ട് പോകുമ്പോൾ ഷിബിയേട്ടൻ അത് കത്തിച്ച് വിടുന്നുണ്ട്. അങ്ങനെ കൺമണീനെ ഉറക്കിയിട്ട് കാവ്യം വന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഇവർ 3 പേരും കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കുറേ കാര്യം പറയാനുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി, നമ്മൾ കിടന്നു തുടങ്ങി. ഇതാ പിറ്റത്തെ ദിവസം രാവിലെ ആയി. അങ്ങനെ ഫസ്റ്റ് അമ്പാളുമാണ് എണീറ്റ്. എന്നിട്ട് അമ്പാള് നമ്മളെ 2 പേരെ എണീപ്പിക്കുകയായിരുന്നു. അപ്പോൾ അമ്പാള് ഫസ്റ്റ് എണീറ്റപ്പോൾ തന്നെ അമ്പാളുവിൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അന്വേഷിച്ചു.
രാവിലെ ഒരു 7:30 ആയപ്പോഴാണ് നമ്മൾ നീറ്റ്. അപ്പം തന്നെയുള്ള സൂര്യൻ്റെ വെളിച്ചാണേ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ടൈം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പാളും കൺമണീനെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി ചിരിച്ച് നിൽക്കുമായിരുന്നു. ചേട്ടന്മാർ 3 കാറിലാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ കൊണ്ടുവന്ന ടെൻറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കാറിലാണ് കിടന്നത്. അയ്യോ Happy birthday to you. Happy birthday എന്ന് ഒരു മോക്ക് മോൾക്ക് കത്തിക്ക്. Thank you. അങ്ങനെ ഞങ്ങൾ നിന്ന ഒരു സ്ഥലത്തുള്ള രാവിലത്തെ ഒരു വ്യൂ ആയിരുന്നു. കാരണം നമുക്ക് രാത്രി ആയതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പമ്പാളാണെങ്കിൽ രാവിലെ ഫുൾ മണലിൽ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ആ ലേക്ക്. രാവിലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സൂര്യൻ ഉദിച്ച് വന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു രാവിലത്തെ ആ ലേക്കിൻ്റെ ഒരു വ്യൂ. അപ്പോൾ അമ്പാള് കൺമണി രാവിലെ നല്ല ഫോമിലായിരുന്നു. നമ്മൾ രാവിലെ ബ്രെഡ് ഓംലെറ്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് മുട്ട വെച്ചിട്ട് ഓംലെറ്റ് മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരത് കഴിക്കുമായിരുന്നു. നല്ല തണുപ്പുണ്ട് ഗൈസ്. പിന്നെ നല്ല ഓർക്കസ്ട്രയുടെ ഉണ്ട് ഗൈസ്. രാത്രി നേരത്തെ ഉറങ്ങണമായിരുന്നു. നമ്മൾ 2:30-3 മണിക്ക് ഉറങ്ങിയിട്ട് 7 കണിക്കില്ലേ. അപ്പം നേരത്തെ വീഡിയോ നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ പോയതായിരുന്നു ബാത്റൂമിൽ. അപ്പം നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്പാളും ചെന്നും കൂടിയിട്ട് അവിടെ മോർണിംഗ് വാക്കിന് ഇറങ്ങി നടക്കുമായിരുന്നു 2 കൂടിയിട്ട്. അപ്പം നമ്മൾ പോയത് കണ്ടിട്ടുണ്ടായില്ല മൂപ്പര്. അപ്പോൾ ഇതായിരുന്നു ചുറ്റോറുള്ള വ്യൂ. ഇതൊരു ഹ്യൂമൻ മെയ്ഡായിട്ടുള്ള ഡിസേർട്ടാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ രാവിലെ തന്നെ നല്ല കട്ടൻ ചായ വെച്ചു അഭിയേട്ടൻ. അപ്പോൾ ഇവർ 2 പേരും കൂടി ടെൻ്റെല്ലാം മടക്കിയിട്ട് നമ്മൾ റിട്ടേൺ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. അമ്പാളും അവിടെ ഇരുന്നിട്ട് ഓംലെറ്റ് കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചായ ഒരു സൈഡിൽ വെച്ചു. അങ്ങനെ ഏകദേശം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. നമ്മൾ എല്ലാവരും മാറി ഫുഡൊക്കെ കഴിച്ച് റെഡിയാവുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛനും മോളും കൂടെ അവിടെ ഒളിച്ച് കളിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അഭിയേട്ടൻ കൺമണീനോട് അവരുടെ കൂടെ കളിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ കൺമണി കുഞ്ഞൊരു നാണായിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2 കൂടെ മോർണിംഗ് വാക്കിന് ഇറങ്ങി 2 കൂടെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിള്ളേഴ്സ് 2 കൂടിയിട്ട് ആ ബോർഡിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആരോ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ ഹിമാലയത്തിലൊക്കെ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ കൊടിയൊക്കെ കുത്തി നിൽക്കില്ലേ, അതേപോലെ ഉണ്ട് എന്ന് 2. അങ്ങനെ കാക്കണം. കൈ കഴിക്കാൻ അയ്യോ മതി മതി വിടു 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 വിടു. നോ നോ ശംഖു അങ്ങനെ ഇല്ല അവർ കളിച്ചതാ. ഒരു മോടുക്ക് ഒരു മോടുക്ക് ഒരു മോത്തോളൂ. അവളുടെ അടുത്ത് എക്സ്പ്രസ് കൂടുതലായിട്ട് അവൾ ഉദ്ദേശിക്കുന്ന എക്സ്പ്രസ് ഇപ്പുറത്തുനിന്ന് കിട്ടുന്നത്. ഇതാണെങ്കിൽ അവിടെ തിന്നോണ്ടിരിക്കും. പിന്നെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നലെ രാത്രി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവിടെയുള്ളൊരു സ്പോട്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഒരു ഹൈറ്റിലൊരു മല പോലെ, അതിൻ്റെ അറ്റത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ മൊത്തം വ്യൂ ഒന്ന് കാണാമെന്ന് മാത്രം. അപ്പോൾ ഇതായിരുന്നു മൊത്തത്തിലെ വ്യൂ. നമ്മളവിടെ കയറി ഒന്ന് 2-3 ഫോട്ടോസും എല്ലാം എടുത്ത് നമ്മളവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാട്ടോ എടുത്ത ഫോട്ടോസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ താഴോട്ട് പോവാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഋഷിബിയേട്ടൻ്റെ റൂമിൽ പോകാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത്. ഇതാണല്ലേ ഈ ഗൾഫിലെ മണലാരണ്യം അല്ലേ? നോക്കിയാട്ടെ ഇത് നോക്കിയാട്ടെ. പള്ളിയിൽ കിടന്നുണ്ട് പേരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമ്മുടെ ആ ക്യാമ്പിങ്ങും കാര്യങ്ങളും അവിടെ കഴിഞ്ഞു. അഭിയേട്ടനും കാവ്യയും കൺമണിയും കൂടി അവരുടെ വണ്ടിയിലാണ് വന്നത്. ഞങ്ങൾ ഷിബിയേട്ടൻ്റെ വണ്ടിയിലാണ് വന്നത്.
ഇവിടുന്ന് പോകുന്ന വഴിക്കുള്ള വ്യൂസൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര നല്ല വ്യൂസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മരുഭൂമി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഈ ഒരു പച്ചപ്പ് അതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് റോട്ടിൽ നിറച്ച് കൊടിയും കാര്യങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. അങ്ങനെ നമ്മൾ ഷിബിയേട്ടൻ്റെ റൂമിലെത്തി കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. ഷിബിയേട്ടൻ MBZലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വണ്ടി കയറിയിട്ട് നമ്മൾ കുറച്ച് നേരം അമ്പാളുവിനെ കൊഞ്ചിച്ചിട്ടും ലാളിച്ചിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മൾ പോയത് ഷാബിയയിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാനൂർ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അച്ഛൻ കൺമണീനെ കളിപ്പിക്കുന്നതിൻ്റെ കുശുമ്പിലാണ് അമ്പാളും ഇരിക്കുന്നത്. അപ്പോൾ അമ്പാളു വന്നിട്ട് എന്നെയായിട്ട് കളിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഡ്രസ്സ് ഷിബിയേട്ടനും നിമ്മിയും അമ്പാളുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണേ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ് അമ്പാളുവിൻ്റെ ഇത്. അങ്ങനെ പപ്പടമൊക്കെ വന്നപ്പോൾ അമ്പാളു പിന്നെ പപ്പടത്തിൻ്റെ മുകളിലായി മൽപ്പിടുത്തം. അത് കഴിഞ്ഞ് ചോറ് വന്നു. അപ്പോൾ ഞാനും ചന്തും ഷിബിയേട്ടനും ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാവ്യയും നിമ്മിയും മട്ടൻ ബിരിയാണിയും, അബിയേട്ടനും ചിന്നും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ചോറ് നല്ല അടിപൊളി ചോറായിരുന്നു. ബിരിയാണി അത്ര പോരാന്നാണ് കേട്ടത്, പക്ഷെ എന്നാൽ പോലും ഞങ്ങളുടെ ചോറ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചോറും മീൻ ഫ്രൈയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ മീൻ കറിയാണ് എടുത്തത്. വേറെ സാമ്പാറും അങ്ങനെ 2-3 കറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മീൻ കറി എടുത്തത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ അമ്പാളുവിന് കുറച്ച് ചോറ് കൊടുത്തു. പിന്നെ അമ്പാളുവിന് സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലാക്കി വെച്ചു. പക്ഷെ അത് ഫുള്ള് താഴെ കളയുക ചെയ്തിട്ട് അവൾ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്പാളും അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി 2 പിള്ളേഴ്സിനെയും 2 അച്ഛന്മാരെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ ഇറക്കി വിട്ട സമയത്ത് അവിടെ ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് വീഴുമായിരുന്നു. ഭാഗ്യത്തിന് അതതിൻ്റെ അപ്പുറത്തായിരുന്നു, അതുകൊണ്ട് ബലൂണിന് കയറിയിട്ടൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ ഇങ്ങനെ കളിക്കുന്ന 2 ടോയ് കണ്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറ്റി വിട്ടു. അതിലെ സ്റ്റിയറിങ് കണ്ടിട്ടോ. അങ്ങനെ പിള്ളേഴ്സ് 2 അലമ്പായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് നമ്മൾ. അങ്ങനെ നമ്മളിതാ ഇവരോട് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായി. അബിയേട്ടനും കാവ്യം അങ്ങനെ അവരുടെ റൂമിൽ പോയി. ഷിബിയേട്ടനും നിമ്മിയും കൂടെ നമ്മളെ റൂമിലാക്കി തന്നു. അങ്ങനെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു ഇതെല്ലാം. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.